വാസനാവികൃതി. കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. എന്നേക്കാൾ അധികം ദുഃഖം അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എന്നെപ്പോലെ വിഡ്ഢിത്വം പ്രവർത്തിച്ച് ശിക്ഷായോഗ്യന്മാരായി വന്നിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. അതാണ് എനിക്ക് സങ്കടം. ദൈവം വരുത്തുന്ന ആപത്തുകളെ അനുഭവിക്കുന്നതിൽ അപമാനമില്ല. അധികം ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തോൽപ്പിക്കപ്പെടുന്നതും സഹിക്കാവുന്ന സങ്കടമാണ്. താൻ തന്നെ ആപത്തിനുള്ള വലകെട്ടി ആ വലയിൽ ചെന്നു ചാടുന്നത് ദുസ്സഹമായിട്ടുള്ളതല്ല എന്ന് മാത്രമല്ല, കുടുങ്ങുന്ന ഒരു കെണിയാണെന്ന് ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് കൂടി അറിയാവുന്നതായിരുന്നാൽ പിന്നെ ഉണ്ടാകുന്ന സങ്കടത്തിന് ഒരതിരും ഇല്ല. ഇതാണ് അപമാനം അപമാനം എന്ന് പറയുന്നത്. എന്റെ വീട് കൊച്ചി സീമയിലാണ്. കാടരികായിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന് മാത്രമേ ഇവിടെ പറയാൻ വിചാരിക്കുന്നുള്ളൂ. ഒരു തറവാട്ടിൽ ഒരു താവഴിക്കാർ കറുത്തും വേറൊരു താവഴിക്കാർ വെളുത്തും കണ്ടിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്റെ തറവാട്ടിലും ഇതുപോലെയാണ്. എന്നാൽ നിറഭേദമുള്ളത് ദേഹത്തിനല്ല, മര്യാദയ്ക്കാണ്. എല്ലാ കാലത്തും ഒരു വകക്കാര് മര്യാദക്കാരും മറ്റേ വകക്കാര് അമര്യാദക്കാരുമാണ്. ഈ വേർതിരിവ് ഇന്നും ഇന്നലെയും ആയി തുടങ്ങിയതല്ല, കാരണവന്മാരുടെ കാലത്തെ ഉള്ളതാണ്. അമര്യാദ താവഴിയിലാണ് എന്റെ ജനനം. ഇക്കണ്ടക്കുറുപ്പ്, രാമൻ നായർ എന്നിങ്ങനെ രണ്ട് ദിവ്യപുരുഷന്മാരെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കാതിരിക്കയില്ല. അവരിൽ ആദ്യം പറഞ്ഞ മനുഷ്യൻ എന്റെ 4ാം അച്ഛനാണ്. 4 തലമുറ മുമ്പിലത്തെ ഒരു അമ്മാവനും ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് തന്നെയാകുന്നു ആ പേര് എനിക്കിട്ടിട്ടുള്ളതും. അതുകൊണ്ട് ദ്വേതാ നാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും എനിക്ക് കള്ളനാവാനുള്ള യോഗവും വാസനയും അതികേമമായിരുന്നു. എന്റെ മഹാത്മ്യത്തെ എല്ലാവരും പൂർണ്ണമായി അറിവാൻ വേണ്ടി 4ാം അച്ഛനായ ഇക്കണ്ടക്കുറുപ്പിന്റെ മുത്തച്ഛനായിരുന്നു ഇട്ടിനാരായണൻ നമ്പൂതിരി എന്നുകൂടി ഇവിടെ പറയേണ്ടതായി വന്നിരിക്കുന്നു. ഇട്ടിയാർണന്റെ കഥ കേൾക്കാത്ത വിഡ്ഢിയാനുണ്ടെങ്കിൽ അവനായിട്ട് ഇത് ഞാൻ എഴുതുന്നില്ല. ബാല്യത്തിൽ തന്നെ അമര്യാദ താവഴിയിൽ നിന്ന് വേർപെടുത്തുവാൻ വീട്ടിലുള്ളവർ ചിലർ ഉത്സാഹിച്ചു. സാധിച്ചില്ലെങ്കിൽ അവരുടെ പ്രയത്നക്കുറവല്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൈപ്പീത്ത് കൊടുക്കാം. എന്റെ വാസനാബലം എന്ന് മാത്രമേ പറവാനുള്ളൂ. വിദ്യാഭ്യാസ വിഷയത്തിൽ ഞാൻ വലിയ മടിയനായിരുന്നു എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. എന്റെ സഹപാഠികളിൽ അധികം പേരും എന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരായിരുന്നു എന്നുള്ളതിലേക്ക് ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് സാക്ഷി. 10 കൊല്ലം കൊണ്ട് 30 സർഗം കാവ്യവും പഠിച്ച് ഗണാഷ്ടവ്യുൽപ്പത്തി മാത്രമായി അവശേഷിക്കുന്ന ഗംഭീരന്മാർ മലയാളത്തിൽ പലയിടത്തും ഉണ്ട്. ഞാൻ 5-8 സർഗം കാവ്യം പഠിച്ചിട്ടുണ്ട്. വ്യുൽപ്പന്നനായി എന്ന മേനി പറയത്തക്ക അറിവ് എനിക്കുണ്ടായില്ല. എങ്കിലും വ്യാഖ്യാനമോ ഉണ്ടെങ്കിൽ മറ്റു സഹായം കൂടാതെ ഒരുവിധം ഭാവം മനസ്സിലാക്കത്തക്ക വ്യുൽപ്പത്തി എനിക്കുണ്ടായി. ഇത് സമ്പാദിച്ചപ്പോഴേക്കും 2 വഴിക്കും കൂടി കിട്ടിയിട്ടുള്ള വാസന കൊണ്ട് ഇതിലൊന്നും എനിക്ക് മോഹമില്ലാതെ തീർന്നു. കാടരികിൽ വീടായതുകൊണ്ട് ഇടയ്ക്കിടെ കാട്ടിൽ പോകുവാനും പല മൃഗങ്ങളായി നേരിടുവാനും സംഗതി വന്നതിനാൽ ബാല്യം മുതൽക്ക് തന്നെ പേടി എന്ന ശബ്ദത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥം ഇല്ലാതെ വശായി. വായിക്കുന്ന കാലത്ത് തന്നെ കോണം കക്കാറും പ്രഹരം കൊള്ളാറും ഉണ്ട്. എങ്കിലും 10-20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പ്രകൃതം അശേഷം മാറി. ചില്ലറ കളവ് വിട്ട് വൻ തരത്തിൽ മോഹം തുടങ്ങി. വിലപിടിച്ച സാധനമായാലേ എന്റെ നോട്ടം ചെല്ലുകയുള്ളൂ. ചെന്ന ദിക്കിലെല്ലാം 12 തന്നെ. ഇങ്ങനെ വളരെ ദ്രവ്യം സമ്പാദിച്ചു. എന്റെ പ്രവൃത്തിയിൽ ഞാൻ പിന്തുടർന്നിരുന്നത് 4ാം അച്ഛനെയല്ല. കളവ് ചെയ്യുന്നത് 2 വിധമാണ്. ഒന്ന് തീവെട്ടിക്കൊള്ള, മറ്റേത് ഒറ്റയ്ക്ക് പോയി കക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തെളിനായാട്ടും തെണ്ടിനായാട്ടും പോലെയാകുന്നു. തെളിനായാട്ടായാൽ ഒരു മൃഗത്തെയെങ്കിലും കണ്ടെത്താതെ ഇരിക്കില്ല. എന്നാൽ അത് ഇവന് തന്നെ വെടിവെക്കുവാൻ തരമാകുമെന്ന് നിശ്ചയമില്ല. പങ്കിട്ട് കിട്ടുന്ന ഓഹരിയും വളരെ ചുരുക്കമായിരിക്കും. മൃഗത്തിന്റെ ചോട് നോക്കി പോകുന്നതായാൽ കിട്ടുവാൻ താമസം കണ്ടെത്തിയാൽ വൈഷമ്യവും ഉണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കാം. അസ്വാധീനത്തിങ്കലും വൈഷമ്യത്തിലും അതല്ലേ രസം.
കണ്ടെത്തി കിട്ടിയാൽ പ്രയോഗത്തിന് പങ്കുകാരില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ളതായിരിക്കുകയാണ് എനിക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നി. നാലാമച്ഛൻ ഈ അഭിപ്രായക്കാരനായിരുന്നില്ല. അദ്ദേഹം പ്രാചീനൻ തന്നെ, ഞാൻ നവീനനും. എന്നാൽ ഇട്ടിയാറാണ് മുത്തച്ഛൻ തിരുമനസ്സുകൊണ്ട് എന്റെ മതക്കാരനായിരുന്നു. ഇത്ര വളരെ കാലം മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നവീന ബുദ്ധിയുണ്ടായിരുന്നത് വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അമാനുഷൻ എന്ന് ഇരിങ്ങാലക്കുട ഗ്രാമക്കാർ പറയുന്നത് അത്ര കഷ്ടമല്ല. വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതിൽ പിന്നെ 5 കൊല്ലത്തോളം ഞാൻ പുറത്തിറങ്ങി സമ്പാദിച്ചു. അപ്പോഴേക്ക് കൊച്ചി രാജ്യത്ത് പുതിയ പോലീസ് ഏർപ്പെടുത്തി. അക്കാലത്ത് തൃശിവപേരൂർക്ക് സമീപം ഒരു ദിക്കിൽ ഞാനൊരു കളവ് നടത്തി. അത് ഗന്ദർ സാഹിബിന്റെ പരിവാരങ്ങൾക്ക് അശേഷം രസമായില്ല പോൽ. കളവുണ്ടായത് ഒരു ഇല്ലത്താണ്. ഗൃഹസ്ഥന്റെ മകനായിരുന്നു എനിക്ക് ഒറ്റ്. ഈ കള്ളൻ പാശികളിക്കാരനായിരുന്നു. അതിൽ വളരെ കടം പറ്റി. വീട്ടുന്നതിന് നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത്. അച്ഛൻ നമ്പൂതിരി ഉണരാതിരിപ്പാൻ കറുപ്പ് കൂടിയ മരുന്ന് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരത്തെ പാലിലിട്ട് കൊടുപ്പാനാണ് ചട്ടം കെട്ടിയിരുന്നത്. 4-1 മാത്രമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് കടന്ന് ഒതുക്കാവുന്നതെല്ലാം ഞാൻ ഒതുക്കി കൈക്കലാക്കി. നമ്പൂതിരിയുടെ തലയ്ക്കൽ ഒരു ആഭരണപ്പെട്ടി വെച്ചിരുന്നതും തട്ടണമെന്ന് കരുതി അടുത്തു ചെന്നു. അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയമുണ്ടായിരുന്നു. അതുണ്ടായില്ല. എങ്ങനെയാണ് ഉണരുന്നത്? ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ആ മഹാഭാബി തന്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവൻ പാലിലിട്ട് കൊടുത്തു. ഞാൻ എടുത്ത മുതലിൽ ആഭരണപ്പെട്ടി മുഴുവൻ എന്റെ സ്നേഹിതയായ കല്യാണിക്കുട്ടിക്ക് കൊടുത്തു. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും വളരെ അനുരാഗമുണ്ടായിരുന്നു. പെട്ടിയിൽ നിന്ന് ഒരു പൂവെച്ച മോതിരമെടുത്ത് ഒരു ദിവസം രാത്രി അവൾ എന്റെ ഇടത്തെ കൈയിന്റെ മോതിരവിരലിന്മേൽ ഇടുവിച്ചു. അതുമുതൽക്ക് ആ മോതിരത്തെപ്പറ്റി എനിക്ക് അതിപ്രേമമായിരുന്നു. കുറച്ച് ഊരാഞ്ചാടിയായിരുന്നാലും ഞാൻ കയ്യിൽ നിന്ന് ഊരാറില്ല. നമ്പൂതിരിയുടെ ഇല്ലത്തെ കളവ് കഴിഞ്ഞതിൽ വെച്ച് എന്റെ മേൽ പോലീസുകാർക്ക് അല്പം സംശയം തോന്നി. ഉടനെ കൊടുങ്ങല്ലൂർ തലേക്കെട്ടും കളവ് പോയി. അടുത്ത കാലത്തിനുള്ളിൽ വേറെ 2-3 കളവുകളും നടന്നു. പോലീസുകാരുടെ അന്വേഷണം കൊണ്ടുപിടിച്ചു. എല്ലാം കൂടി എനിക്കവിടെ ഇരിപ്പാൻ തരമില്ലെന്ന് തോന്നി. കുറച്ചു ദിവസത്തേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് നിശ്ചയിച്ച് മദിരാശിക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നാൽ യാതൊരു വിദ്യയും എടുക്കണമെന്നുണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ ഒരു കോടതി പൂട്ടൽ പോലെ വിചാരിച്ചാണ് ഞാൻ പുറപ്പെട്ടത്. കോടതി പൂട്ടിയാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സൗഖ്യവും സൗന്ദര്യവും തെണ്ടി സഞ്ചരിക്കുകയല്ലേ തൊഴിൽ. അതുപോലെ ഞാനും ചെയ്യുവാൻ നിശ്ചയിച്ചു. മദ്രാശിയിൽ ചെന്ന് 1 മാസത്തോളം കാഴ്ച കണ്ടു നിന്നു. ഒരു ദിവസം ഗുജലി തെരുവിൽ ചെന്നപ്പോൾ അതിസൗഭാഗ്യവതിയായ ഒരു തേവിടിശി സാമാനം വാങ്ങുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആ പീടികയിൽ കുറച്ച് ജനത്തിരക്കം ഉണ്ടായി. അതിനിടയിൽ ഒരു വിഡ്ഢ്യാൻ പകുതി വായും തുറന്ന് കറപറ്റിയ കോന്ത്രമ്പല്ലും പുറത്തുകാട്ടി ആ തേവിടിശിയുടെ മുഖം നോക്കി നിന്നിരുന്നു. ഈ മന്നന്റെ നില കണ്ടപ്പോൾ ഇവനെ ഒന്ന് പറ്റിക്കാതെ കഴിയില്ലെന്ന് നിശ്ചയിച്ചു. വേണ്ടാസനത്തിന് പുറപ്പെടേണ്ട എന്ന് വെച്ചിരുന്ന നിശ്ചയം തൽക്കാലം മറന്നുപോയി. ഉടനെ ഞാനും ആ കൂട്ടത്തിലേക്ക് ചെന്നു. അവന്റെ പോക്കറ്റിൽ എന്റെ ഇടത്തെ കൈ ഇട്ടു. ഈ ജാതി കളവിങ്കൽ സാമർഥ്യമുണ്ടാകണമെങ്കിൽ അർജുനന്റെ സവ്യസാചിത്വവും അഭ്യസിച്ചിരിക്കണം. 2 കൈകൊണ്ടും ഒരുപോലെ പ്രയോഗിപ്പാൻ സാമർഥ്യം ഇല്ലാഞ്ഞാൽ പല തരങ്ങളും തെറ്റിപ്പോവാൻ ഇടയുണ്ട്. പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകവും എടുത്ത് ഞാൻ വലത്തോട്ട് മാറി മടങ്ങിപ്പോരുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കല്യാണിക്കുട്ടിയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ഏക സംബന്ധികാ ജ്ഞാനം അപര സംബന്ധി സ്മാരകമെന്ന ന്യായേന മോതിരത്തെപ്പറ്റി ഓർമ്മ വന്നു. തപ്പി നോക്കിയപ്പോൾ കയ്യിന്മേൽ കണ്ടില്ല. എനിക്ക് വളരെ വ്യസനമായി. എവിടെ പോയിരിക്കാമെന്ന് വളരെ ആലോചിച്ചു. ഒരു തുമ്പും ഉണ്ടായില്ല. പിറ്റേന്നാൾ കാലത്തെ എഴുന്നേറ്റ് തലേ ദിവസം നടന്ന വഴികളും ഭവനങ്ങളും പരിശോധിച്ചു. പലരോടും ചോദിക്കുകയും ചെയ്തു. താഴത്തു വീണ് ആരോ കൊണ്ടുപോയി ഇരിക്കണമെന്ന് നിശ്ചയിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിവ് കൊടുത്തു. വല്ലവിധേനയും അവരുടെ കൈവശത്തിൽ വരുവാൻ സംഗതിയുണ്ടെന്ന് കരുതിയാണ് ആ കഥയില്ലായ്മ പ്രവർത്തിച്ചത്. അന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് ഒരു കോൺസ്റ്റബിൾ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ എന്റെ മോതിരം കിട്ടിയെന്ന് എനിക്ക് തോന്നി. മടക്കിത്തരുവാനുള്ള മടി കണ്ടപ്പോൾ വല്ല സമ്മാനവും കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ 5 റുപ്യ കയ്യിലെടുത്തു. ഈ മോതിരം എന്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ
സ്തംഭാകാരമായിട്ട് നിന്നു. എനിക്ക് ഓർമ്മ വന്നപ്പോൾ കൈവിലങ്ങും വെച്ച് ദേഹപരിശോധന കഴിച്ച് പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകവും എടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ചിരുന്നു. ഈ വിഡ്ഢിത്വത്തിന്റെ സമ്പാദ്യം 6 മാസവും 12 അടിയും തന്നെ. അതും കഴിച്ച് ഞാനിതാ പുറത്തു വന്നിരിക്കുന്നു. ഇത്ര കൊള്ളരുതാത്ത ഞാൻ ഇനി ഈ തൊഴിലിലിരുന്നാൽ 4-ാം അച്ഛന് അപമാനമേയുള്ളൂ. കളവ് ചീത്തയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്? ഞാൻ എന്റെ തൊഴിലും താവഴിയും ഒന്ന് മാറ്റി നോക്കട്ടെ. ഇതുവരെ ചെയ്ത പാപമോചനത്തിനും മേലിൽ തോന്നാതിരിപ്പാനും വേണ്ടി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യട്ടെ. പണ്ട് മുത്തശ്ശി സന്ധ്യാസമയത്ത് ചൊല്ലാറുണ്ട്: ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നികൃന്ദതി ദ്വയി മിതപ്രഭോ ത്വൽ പുരുഷ ബഭാഷിരെ. ഒപ്പ് ഇക്കണ്ടക്കുറുപ്പ്.